ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റ് മാനിയ. ടാറ്റ IPL 2025 ഫ്ലോപ്പ് 11 ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓപ്പണറിനെ നമുക്ക് നോക്കാം. ഓപ്പണറായി ക്വിൻ്റൺ ഡി കോക്ക് 3.60 കോടിയാണ് താരത്തിന് വേണ്ടി KKR ഈ സീസണിൽ മുടക്കിയത്. താരം മികച്ച ഫോമിൽ വരുമെന്നാണ് KKR പ്രതീക്ഷിച്ചത്. എന്നാൽ താരം ഈ സീസണിൽ ആകെ നേടിയത് 7 ഇന്നിങ്സിൽ നിന്നും 143 റൺസ് മാത്രമാണ്. ഒരു ഇന്നിങ്സ് മാത്രമാണ് ക്വിൻ്റൺ ഡി കോക്കിന് KKRൽ തിളങ്ങാൻ സാധിച്ചത്. രണ്ടാമത്തെ ഓപ്പണറായി വരുന്നത് ജേക്ക് ഫ്രേസർ മക്കാരഗ് ആണ്. 9 കോടിക്കാണ് ഡൽഹി താരത്തിന് നിലനിർത്തിയത്. എന്നാൽ ഈ സീസൺ കളിച്ച ജേക്ക് ഫ്രേസർ മക്കാരഗ് 6 ഇന്നിങ്സിൽ നിന്നും വെറും 55 റൺസ് മാത്രമാണ് ടീമിന് നേടിയത്. ഇത് താരത്തിന് വളരെ ഫോം ഔട്ടായിട്ടുള്ള ഒരു സീസൺ തന്നെയായിരുന്നു. മൂന്നാമതായി വരുന്നത് ഇഷാൻ കിഷനാണ്. 11.25 കോടിക്കാണ് താരത്തിന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലെത്തിച്ചത്. ആകെ സീസണിൽ 11 ഇന്നിങ്സിൽ നിന്നും 196 റൺസ് മാത്രമാണ് ഇഷാൻ കിഷാൻ നേടിയത്. ആദ്യ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചതൊഴികെ ബാക്കി എല്ലാ മത്സരത്തിലും താരം വളരെ വലിയ ഫ്ലോപ്പായിരുന്നു. എന്തായാലും ഈ സീസൺ ഇഷാൻ കിഷാനും SRHും ആദ്യം തന്നെ എലിമിനേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. നാലാമനായി വെങ്കടേഷ് അയ്യർ. വമ്പൻ തുകയ്ക്കാണ് KKR താരത്തെ ടീമിലെത്തിച്ചത്. 23.75 കോടിക്കാണ് താരത്തിനെ ടീം നിലനിർത്തിയത്. എന്നാൽ താരം ഈ സീസണിൽ നേടിയതാകട്ടെ 11 ഇന്നിങ്സിൽ 142 റൺസ് മാത്രമാണ്. താരം വലിയൊരു ഫ്ലോപ്പ് തന്നെയായിരുന്നു ഈ സീസണിൽ. ഇത്രയും തുക മുടക്കി ടീമിലെത്തിച്ചിട്ടും ഫോം ഔട്ടായാണ് താരം ഈ സീസൺ ഉടനീളം കളിച്ചത്. അഞ്ചാമനായി ഋഷഭ് പന്ത്. ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ തന്നെ ഋഷഭ് പന്താണ്. 27 കോടിക്ക് ലക്നൗ സൂപ്പർ ജയൻസ് ടീമിലെത്തിച്ചപ്പോൾ ആകെ നേടിയത് 128 റൺസാണ്. 11 ഇന്നിങ്സ് കളിച്ച താരം വളരെ വലിയ ഫ്ലോപ്പായിരുന്നു ഈ സീസണിൽ. ആറാമനായി പഞ്ചാബ് കിങ്സിൻ്റെ ഗ്ലെൻ മാക്സ്വെൽ. 4.2 കോടിക്കാണ് ഗ്ലെൻ മാക്സ്വെലിനെ പഞ്ചാബ് കിങ്സ് ടീമിലെത്തിച്ചത്. ബാറ്റിങ്ങിൽ 7 ഇന്നിങ്സ് കളിച്ച ഗ്ലെൻ മാക്സ്വെൽ 48 റൺസ് മാത്രമാണ് അടിച്ചത്. ബൗളിങ്ങിലേക്ക് വരുമ്പോൾ 4 വിക്കറ്റുകളും താരം നേടി. താരവും ടീമിലെ ഒരു ഫ്ലോപ്പ് തന്നെയാണ്. ഏഴാമതായി ഹെൻറിച്ച് ക്ലാസൻ. എന്തുകൊണ്ട് ഹെൻറിച്ച് ക്ലാസനെ ഈ ടീമിൽ ഉൾപ്പെടുത്തി? 23 കോടി മുടക്കിയാണ് SRH താരത്തെ നിലനിർത്തിയത്. അതുതന്നെയാണ് താരത്തെ ഈ 11ൽ ചേർക്കാൻ കാര്യം. താരം ഈ സീസണിൽ ആകെ നേടിയത് 311 റൺസാണ്. 11 ഇന്നിങ്സ് കളിച്ച താരം വെറും 311 റൺസാണ് SRHന് വേണ്ടി നേടിയത്. SRH ഈ സീസണിൽ ഏറ്റവും ഫ്ലോപ്പ് ടീമിൽ ഒരു ടീമായിരുന്നു. എട്ടാമനായി RCBയുടെ ലിയാൻ ലിവിങ്സ്റ്റൺ. 8.75 കോടി എന്ന വമ്പൻ തുക മുടക്കിയിട്ട് പോലും താരം ഈ സീസണിൽ 7 ഇന്നിങ്സാണ് കളിച്ചത്. 87 റൺസ് മാത്രം അടിച്ചപ്പോൾ വിക്കറ്റ് 2 മാത്രമാണ് താരത്തിന് ഈ സീസണിൽ നേടാനായത്. വളരെ വലിയൊരു ഫ്ലോപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒമ്പതാമതായി മുഹമ്മദ് ഷമി. ഇന്ത്യൻ പേസറായ മുഹമ്മദ് ഷമി 10 കോടിക്കാണ് SRH ടീമിലെത്തിച്ചത്. എന്നാൽ ബൗളിങ്ങിലാകട്ടെ 6 വിക്കറ്റ് മാത്രമാണ് താരം നേടിയത്. 9 ഇന്നിങ്സ് കളിച്ച താരം 6 വിക്കറ്റാണ് ടീമിന് വേണ്ടി നേടിയത്. വളരെ വലിയ എക്കണോമിയിലാണ് താരം ഈ സീസണിൽ പന്തെറിയുന്നത്. ഈ ഇന്ത്യൻ പേസറും ടീമിലെ വലിയൊരു ഫ്ലോപ്പ് തന്നെയാണ്. പത്താമതായി തുഷാർ ദേശ്പാണ്ഡെ. 6.50 കോടിക്കാണ് രാജസ്ഥാൻ റോയൽസ് താരത്തെ ടീമിലെത്തിച്ചത്. എന്നാൽ ബൗളിങ്ങിൽ 8 ഇന്നിങ്സ് കളിച്ച താരം വെറും 6 വിക്കറ്റ് മാത്രമാണ് ടീമിന് നേടിക്കൊടുത്തത്. ബൗളിങ്ങിൽ ചെണ്ട എന്നൊരു പേരും രാജസ്ഥാൻ്റെ ഈ ബൗളറിനുണ്ട്. 11ാമനായി മദീഷ പദ്രണ. 13 കോടി മുടക്കി ചെന്നൈ നിലനിർത്തിയ താരമാണ് മദീഷ പദ്രണ. സീസൺ 9 ഇന്നിങ്സിൽ 12 വിക്കറ്റ് താരം നേടി. 13 കോടിക്കുള്ള കളിയൊന്നും താരം ഈ സീസണിൽ പുറത്തെടുത്തിട്ടില്ല. ഇതാണ് ഈ സീസണിലെ ഫ്ലോപ്പ് 11. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ക്രിക്കറ്റ് ന്യൂസിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.